തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി ആരാധിക്കണം എന്നതിനെ ചൊല്ലി തമ്മിലടി തുടങ്ങിക്കഴിഞ്ഞു. സാധാരണ പ്രതിപക്ഷ നേതാവാണ് മുഖ്യമന്ത്രിയാവുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ, അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നണിക്കാണ് ഭൂരിപക്ഷം ലഭിക്കുന്നതെങ്കിൽ മുഖ്യമന്ത്രിയാവുക പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. എന്നാൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും കലാപക്കൊടിയുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. ഇത് കോൺഗ്രസിന്റെ ഒരു ദുരന്തമാണ്. നേതൃത്വത്തിനു വേണ്ടിയുള്ള പിടിവലി. അത് കോൺഗ്രസിന്റെ രൂപീകരണം തൊട്ട് എടുത്തു നോക്കിയാൽ അത് കാണാൻ കഴിയും. ഒരു ബ്രിട്ടീഷുകാരൻ സാഹിബിനെ ഹ്യൂം എന്ന് പേരുള്ള ഒരു ബ്രിട്ടീഷ് സാഹിബിനെ കോൺഗ്രസിന്റെ പ്രഥമ അധ്യക്ഷനാക്കിയത് ഇന്ത്യയിൽ കോൺഗ്രസിന്റെ അധ്യക്ഷനാവാൻ യോഗ്യതയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇല്ലാഞ്ഞിട്ടല്ല. അന്ന് ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ളവർ, സർദാർ വല്ലഭായ് പട്ടേലിനെ പോലുള്ളവർ, ജയപ്രകാശ് നാരായണനെ പോലുള്ളവർ, സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ളവർ, അങ്ങനെ നേതൃത്വ നിരയിൽ അതിന് AICCയുടെ പ്രസിഡന്റ് പദവി അലങ്കരിക്കാൻ യോഗ്യതയുള്ള നിരവധി കോൺഗ്രസ് നേതാക്കൾ ഉള്ളപ്പോഴാണ് ബ്രിട്ടീഷുകാരനായ ഹ്യൂമിനെ കോൺഗ്രസിന്റെ പ്രഥമ അധ്യക്ഷനാക്കുന്നത്. അപ്പൊ അന്നേ തുടങ്ങിയതാണ് കോൺഗ്രസിനകത്തെ നേതൃത്വ പദവിയിൽ എത്തുന്നതിന് വേണ്ടിയുള്ള വടംവലിയും പിടിവലിയും കാലുവാരലും പാരവയ്പുമില്ല. അത് ഇന്നും തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മാത്രവുമല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് 1952 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഏറെക്കുറെ ജാതി മത ശക്തികളെ ഒരു പരിധിവരെ മാറ്റി നിർത്താൻ കഴിഞ്ഞു എന്നതൊഴിച്ചാൽ അതിനുശേഷം വന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം ജാതി സംഘടനകളുടെയും മതസംഘടനകളുടെയും സ്വാധീനം വളരെ വലുതായിരുന്നു. അത് കേരളത്തിൽ നടന്ന പ്രഥമ തെരഞ്ഞെടുപ്പ് കേരള രൂപീകരണത്തിന് ശേഷം 56 രൂപീകരണത്തിന് ശേഷം 1957 നടന്ന പ്രഥമ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ സംഘടിതമായ സമുദായ സംഘടനയുടെ സ്വാധീനം വളരെ വലുതായിരുന്നു. അന്ന് NSS കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചത് കൊണ്ട് മാത്രമാണ് അന്ന് ബഹുഭൂരിപക്ഷം സീറ്റുകളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് ലോകത്തിൽ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിലൂടെ ബാലറ്റ് പേപ്പറിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നത്. അന്ന് അതിന് NSS അനുകൂലമായ നിലപാട് എടുക്കുന്നതിന് വേണ്ടി ഉണ്ടായ രാഷ്ട്രീയ ഭൗതിക സാഹചര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി കാട്ടാറില്ല എങ്കിൽ തന്നെയും 57 പൊതു തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി TV തോമസ് ആയിരുന്നു. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MN ഗോവിന്ദൻ നായർ ചങ്ങനാശ്ശേരിയിൽ പെരുന്നയിൽ ചെന്ന് NSSന്റെ ജനറൽ സെക്രട്ടറി ശ്രീ മന്നത്ത് പത്മനാഭനെ കണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അന്ന് ശ്രീ മന്നത്ത് പത്മനാഭൻ ചോദിച്ചത് നസ്രാണിയെ മുഖ്യമന്ത്രിയാക്കാൻ നായന്മാർ വോട്ട് ചെയ്യണോ എന്നാണ്.
അങ്ങനെയാണ് കേന്ദ്ര കൗൺസിൽ അംഗം കേന്ദ്ര എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമായിരുന്ന കേന്ദ്ര കമ്മിറ്റിയുടെ ഓഫീസ് സ്റ്റാഫ് ഉണ്ടായിരുന്ന ശ്രീ EMS നമ്പൂതിരിപ്പാടിനെ കേരളത്തിലേക്ക് വരുത്തുകയും അദ്ദേഹമാണ് മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ മുഖ്യമന്ത്രിയാവുന്നത് EMS ആയിരിക്കുമെന്ന് ശ്രീ മന്നത്ത് പത്മനാഭനെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് NSS കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത്. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബഹുഭൂരിപക്ഷം സീറ്റുകളും ലഭിക്കുകയും എങ്കിലും 5 സ്വതന്ത്രന്മാരുടെ പിന്തുണ കൂടി ലഭിച്ചതിന് ശേഷമേ മന്ത്രിസഭ രൂപീകരിക്കുന്നതിനുള്ള ഭൂരിപക്ഷം ലഭിച്ചുള്ളൂ. അങ്ങനെയാണ് 57 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ഭൂരിപക്ഷം ലഭിക്കുകയും NSSുമായിട്ടുള്ള മുൻ ധാരണ പ്രകാരം രഹസ്യമായ ധാരണ പ്രകാരം EMS നമ്പൂതിരിപ്പാടിനെ മുഖ്യമന്ത്രിയാക്കുകയും ചെയ്തു. ഇതൊക്കെ ചരിത്രത്തിൽ രഹസ്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അന്നേ തുടങ്ങി കോൺഗ്രസിനകത്തുള്ള ഈ വടംവലി ഇപ്പോഴത്തെ കോൺഗ്രസ് മുന്നണിക്ക് അല്ലാതെ ഐക്യജനാധിപത്യ മുന്നണിക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബഹുഭൂരിപക്ഷം അതായത് ഭരിക്കുന്നതിനുള്ള ഭൂരിപക്ഷം ലഭിക്കുമെന്നതിനെ കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകർക്ക് യാതൊരുവിധ ഉറപ്പുമില്ല. രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ അനുസരിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3ാമത്തെ പ്രാവശ്യവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ്. രാഷ്ട്രീയ സാഹചര്യം അതാണ് സൂചിപ്പിക്കുന്നത്. മാത്രവുമല്ല, വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ന് കോൺഗ്രസ് മുന്നണിയോടൊപ്പം നിൽക്കുന്ന ചില ഈർക്കിൽ പാർട്ടികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് വരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷണ കേന്ദ്രം കണക്കുകൂട്ടുന്നത്. അക്കൂട്ടത്തിൽ മുസ്ലിം ലീഗിനെ പോലും മാറ്റി നിർത്തുന്നില്ല. കേരള കോൺഗ്രസിൽ ഇനിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്നവരുണ്ട്. ജോസ് കെ മാണിയും കൂട്ടരെയും കോൺഗ്രസ് മുന്നണി തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ അവർ തിരിച്ചു വരില്ല എന്നതുപോലെ തന്നെ പുതിയ ചില കേരള കോൺഗ്രസ് കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് രംഗത്ത് വരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷണ കേന്ദ്രം വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ RSP കഴിഞ്ഞ 10 വർഷമായി 15 വർഷത്തോളമായി RSPക്ക് ഭരണത്തിൽ പ്രാതിനിധ്യമില്ല. അതുകൊണ്ട് ഒരു സർക്കാർ കമ്മിറ്റികൾക്കും RSP പ്രവർത്തകർക്ക് വരാൻ കഴിയുന്നില്ല. ചെറിയ പാർട്ടികൾക്ക് അധികാരമില്ലാതെ പിടിച്ചു നിൽക്കാനാവില്ല. 10 വർഷത്തിൽ കൂടുതലൊന്നും പിടിച്ചു നിൽക്കാനാവില്ല. അതുകൊണ്ട് അതെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് രാഷ്ട്രീയ നിരീക്ഷണ കേന്ദ്രങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്ന് കണക്കാക്കുന്നത്. അപ്പോഴാണ് ആ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ആവുന്നതിന് വേണ്ടി കോൺഗ്രസിനകത്ത് വടംവലി നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കുപ്പായം തപ്പിച്ച് വെച്ചവരിലെ പ്രധാനികള് VD സതീശനും രമേശ് ചെന്നിത്തലയുമാണെങ്കിലും KC വേണുഗോപാലും K സുധാകരനും അവരും ആ പദവിയിലേക്ക് നോട്ടം ഇട്ടിരിക്കുന്നവരാണ്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നതിന് കോൺഗ്രസിനകത്തുള്ള ഈ പിടിവലി പടലപ്പിണക്കം
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി മാറുകയും അവർക്കത് വോട്ടായി മാറുകയും ചില നിയോജക മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പരസ്യമായി വരും എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് രാഷ്ട്രീയ നിരീക്ഷകർക്കും ഇടതുപക്ഷ നേതാക്കൾക്കും ഉള്ളത് എങ്കിൽ തന്നെയും അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ തന്നെയും ചില നിയോജക മണ്ഡലങ്ങളിലെങ്കിലും ലീഗുമായി ചില രഹസ്യ ധാരണകൾ LDF ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുപോലെ തന്നെ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി NDA BJPയുമായിട്ട് ചില സീറ്റുകളിൽ LDFിലെ പ്രത്യേകിച്ചും അതിന്റെ ഘടകകക്ഷികൾ ചില സീറ്റ് ധാരണ ഉണ്ടാക്കി കൊടുന്നില്ല. അങ്ങനെയെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും മൂന്നാമതും കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം ശക്തമായ താക്കീത് നൽകിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ അവസാനിപ്പിക്കാൻ. അത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് ആ താക്കീത് നൽകിയവർക്കും ഉറപ്പില്ല. അങ്ങനെയാണ് കോൺഗ്രസിന്റെ ചരിത്രം. കോൺഗ്രസിന്റെ സ്വഭാവം അതാണ്. അധികാരമില്ലാതെ അവർക്ക് നിലനിൽക്കാനാവില്ല. അത് സിദ്ദിഖിനെ പോലുള്ള നേതാക്കൾ തുറന്നു പറയുകയും ചെയ്തു. അടുത്ത പ്രാവശ്യം പ്രതിപക്ഷത്തിരിക്കാൻ ഞങ്ങൾക്കാവില്ല എന്ന്. ആ ഒരു സാഹചര്യം നിലവിലിരിക്കുമ്പോഴാണ് ഒരു ചെറിയ അനുകൂലമായ സാഹചര്യം കോൺഗ്രസ് മുന്നണിക്ക് ഉണ്ടാവാം എന്ന സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ആ കോൺഗ്രസിനകത്തെ തമ്മിലടി. നേതൃത്വത്തിന് വേണ്ടി മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നതിനെ പറ്റിയുള്ള തമ്മിലുള്ള കലഹം. അവിടെ ശക്തമായ ഗ്രൂപ്പിസം നിൽക്കുന്നത് രമേശ് ചെന്നിത്തലയും VD സതീശന്റെ ഗ്രൂപ്പുമാണ്. NSS രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്ന നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് NSSന്റെ സ്വാധീനം കേരള രാഷ്ട്രീയത്തിൽ, കേരളം ആര് ഭരിക്കണമെന്ന് ഒരു പരിധിവരെയൊക്കെ തീരുമാനിക്കാനുള്ള ശേഷി NSSനുണ്ട് എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. ആ NSSന്റെ പിന്തുണ നേടിക്കഴിഞ്ഞു രമേശ് ചെന്നിത്തല. ആ സാഹചര്യത്തിലാണ് മറുഭാഗം SNDP യോഗവുമായിട്ട് ധാരണ ഉണ്ടാക്കി കൊടുന്നില്ല. അതുപോലുള്ള മറ്റ് സമുദായ സംഘടനകളും മതസംഘടനകളുമായി രഹസ്യമായും പരസ്യമായും ധാരണകൾ ഉണ്ടാക്കി കൊടുന്നില്ല. കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം എത്ര വർഗീയതയ്ക്കെതിരെ സംസാരിക്കുമ്പോഴും ജാതി മത സംഘടനകളുടെ നേതാക്കളെ രഹസ്യമായും പരസ്യമായും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ അതിന്റെ നേതാക്കളെ പോയി കാണാറുണ്ട്. അത് കേരള രൂപീകരണം തൊട്ട് 1952 ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങിയതാണ്. ഇന്നും അത് ഭംഗിയായി നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ചില ഘടകങ്ങൾ ഊരിത്തിരിഞ്ഞു വരുന്നു. അവർ വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയാനുണ്ടായ രാഷ്ട്രീയ ഭൗതിക സാഹചര്യം നിർത്തുന്നു. നന്ദി, നമസ്കാരം.